അല്പമായി സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ തിയോളജിക്കൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ 3ാമത്തെ വർഷമാണ് ചർച്ചിനെ കുറിച്ചുള്ള പഠനം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വഴിയൊക്കെ തല്ലിക്കൊട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് വലിയ മഹാസമുദ്രം പോലെ ഇങ്ങനെ നോട്ട്സ് കിടക്കുകയാണ്. അതിനകത്ത് ചുരുക്കം ചില ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ തട്ടിക്കുട്ടി ഒരു ചെറിയ 1 മണിക്കൂർ സംസാരിക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു 1 മണിക്കൂർ കിട്ടത്തില്ല, അപ്പോൾ അത്ര സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ തയ്യാറാക്കിയ ചില പോയിന്റ്സ് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് ചുരുക്കമായി ഞാൻ സംസാരിക്കാം. അത് നിങ്ങൾക്കും പ്രയോജനകരമായി തീരട്ടെ. എനിക്കറിയാം മണ്ണാർക്കാട് സഭ ദൈവ സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് അനേക ദൈവദാസന്മാർ ഇവിടെ സംസാരിച്ചപ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഇത് നോട്ട് കുറിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ജോൺ വില്യം സാർ മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രഗത്ഭരായ ദൈവദാസന്മാരും ഇവിടെ വന്ന് ഈ സഭ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, കുമാരോടല്ല നിങ്ങളോട് ചോദിക്കാം. പുതിയ നിയമത്തിൽ സഭ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? പുതിയ നിയമത്തിൽ സഭ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? മൂപ്പന്മാരും ജ്യേഷ്ഠസഹോദരന്മാരും പറയുന്നത് ഓഡിയൻസ് മാത്രം ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നത്. എന്തോ കാരണം ഞാൻ പറഞ്ഞല്ലോ, ജോൺ കുര്യൻ സാർ മുതൽ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷത്തിന് ഞാൻ ക്ലാസ്സിക്കുന്നത്. അങ്ങനെ അനേക ദൈവദാസന്മാരെ സഭയുടെ ക്ലാസ് എടുക്കുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മാത്രം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ മനഃപ്പാഠമാക്കി വെച്ചേക്കും. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ. എന്റെ എന്ന് കർത്താവ് അവകാശപ്പെട്ടത് സഭയോടുള്ള ബന്ധത്തിലാണ്. എന്റെ സഭ. അപ്പോ നീ പത്രോസാകുന്നു, ഇത് വളരെ തെറ്റായി പഠിപ്പിച്ചിട്ടുള്ള, ക്രൈസ്തവ ലോകത്തിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു വേദവാക്യമാണത്. കാരണം പത്രോസിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. കാരണം പത്രോസോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. അപ്പൊ താക്കോൽ അധികാരത്തെ കാണിക്കുകയാണ്. അപ്പൊ പത്രോസിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്, പത്രോസിനാണ് സഭയുടെ അധികാരമുള്ളത് എന്നാണ് റോമൻ കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ. അവിടെ 2 പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് പ്രേമണിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനോട് താല്പര്യമുള്ള ആളല്ല. എന്നാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പെട്രോസ് എന്ന വാക്കാണ്. പെട്രോസ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് സ്റ്റോൺ, ഒരു പാറ കഷ്ണം എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പാറ എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെട്ര എന്ന വാക്കാണ്. പെട്ര എന്ന് പറഞ്ഞാൽ പാറ. അപ്പോ ഈ പാറമേൽ ഒരു പീസ് ഓഫ് സ്റ്റോൺ ആയിരിക്കും നിന്നെ ചേർത്ത് പണിയപ്പെടുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്കിന് 2 അർത്ഥമാണ്. എക്ലീഷ്യ എന്നൊരു വാക്കാണ്. എക്ലീഷ്യ എന്നാണ് പറഞ്ഞാൽ അത് 2 അർത്ഥമാണ്. എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ കോൾ, ഐ കോൾ. കാലിയോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്. അപ്പോ ഐ കോൾഡ് ഔട്ട് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ച് വെളിയിലിറക്കി എന്നുള്ള അർത്ഥത്തിലാണ്. കോൾഡ് ഔട്ട് അസംബ്ലി, വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. അപ്പോ മണ്ണാർക്കാട് സഭ കർത്താവിന്റെ വിളി കേട്ട് ഒരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ കൂടുന്നു. ഓക്കെ. അപ്പോ യഥാർത്ഥമായി പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവിളി കേട്ടു, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് സഭ എന്ന് വിളിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഓക്കെ, അത്ര നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയാൽ മതി. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ഓക്കെ. അപ്പൊ 2ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ സഭയുടെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഈ സഭയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാര്യം എന്താണ്? സഭയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഈ തൃത്വം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഏകസത്യ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, തൃത്വത്തിലാണോ വിശ്വസിക്കുന്നത്? എന്താ ജയിച്ചു പറയാൻ?
അങ്ങനെ ഒരു പദം വേദോസ്തത്തിൽ എവിടെയുണ്ടോ? നമ്മൾ വേദോസ്തത്തിൽ പറയാത്ത ചില കാര്യങ്ങള് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മോട്ടോർ ആക്ഷൻ എന്നാണ് വിളിക്കുന്നത്. മോട്ടോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫാന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരേ ദിശയിൽ കൂടെ കറങ്ങത്തുള്ളൂ. അത് തിരിച്ചൊന്ന് കറങ്ങാൻ പറഞ്ഞാൽ കറങ്ങത്തില്ല. കാരണം അത് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അതിന് മോട്ടോർ ആക്ഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മൾ വേർപെട്ടിട്ട് വന്നപ്പോൾ മുതൽ നമ്മൾ കേട്ടതും പഠിച്ചതുമായ ചില കാര്യം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി ലോകം ഇളകി വന്നാൽ പോലും അതിന് വ്യത്യാസമാണ്. അതിനാണ് മോട്ടോർ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെയാണ് തൃത്വത്തിനെ കുറിച്ച് ത്രിയേക ദൈവം അങ്ങനെയൊന്നും വേദോസത്തിലില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് തൃത്വം വിശ്വസിക്കുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പൊ പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്. പിതാവ് പറഞ്ഞ ദൈവമാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു പിതാവാണ്, ജയ്സൺ പിതാവാണ്, ജയ്യമ്മ പിതാവാണ്, ഇവരൊക്കെ ഒരു പിതാക്കന്മാരാണ്. അപ്പൊ അതൊരു കോമൺ നൗൺ ആണ്. അപ്പോ നാം വിശ്വസിക്കേണ്ടത് ദൈവം എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവമാണ്. അങ്ങനെയല്ല, ഇസ്രായേലെ കേൾക്ക, ഞാൻ ഏകനായിരിക്കുന്ന ദൈവമാണ്, ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല. അപ്പൊ ദൈവം ഏകനാണ്. അപ്പൊ ഏകനായ ദൈവത്തിന്റെ 3 ആളത്വത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ് 3 ആളത്തത്വം? പേഴ്സണാലിറ്റി. ദൈവത്തിന്റെ 3 പേഴ്സണാലിറ്റി. അതാണ് ഇപ്പൊ ജയസമ്പ്രദായം പറഞ്ഞത്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാ ദൈവം. അങ്ങനെയാണെങ്കിൽ പ്ലസ് വെച്ച് നമുക്ക് കൂടെ 1 + 1 + 1 എത്ര ദൈവമായി? 3 അല്ലേ? എന്നാൽ 1 × 1 = 1. അപ്പൊ അതിനെ തെളിയിക്കാൻ പോവാണ്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ദൈവം? ബൈബിൾ പറയുന്ന ഞാൻ എന്റെ സഭയിലെ വിഷയത്തിൽ വരാൻ ഞാനൊരു ഇൻട്രഡക്ഷൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ശരിക്കും വേദവസ്തുവും വെളിപ്പെടുത്തുന്ന ദൈവം ആരാണ് പറയാമോ? എന്തോ നിങ്ങൾ പറ. നിങ്ങളെന്ന് പറഞ്ഞാലേ നമുക്ക് ഒന്നിച്ച് ചിന്തിച്ചു പോകാൻ പറ്റുള്ളൂ. ആരാണ് ദൈവം? യോഹന്നാൻ 4:24 ഒന്ന് വായിച്ചു നോക്കിയേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24 ഞാൻ വായിച്ച് കൊണ്ടുപോട്ട് കൂടാം. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ഇനി ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഈ ആത്മാവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്കും ആത്മാവുണ്ട്, എനിക്കും ആത്മാവുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, മനുഷ്യരെല്ലാവർക്കും ആത്മാവുണ്ട്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവെന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാവിനെ കൂടി പറയാൻ അറിയാം. ആത്മാവിനെ കൃപാവരൊക്കെ ജനിപ്പിക്കാൻ പറയും. പക്ഷെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 1-2 വാക്യം വേഗം വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ വേഗം അതിൽ നിന്ന് മാറി മറ്റു ഭാഗങ്ങളിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കാമോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായി. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത് അറിവുണ്ടായിരിക്കണം. അറിവ്. എന്താണ് അറിവ്? അറിവ് കാണാൻ പറ്റുമോ? അറിവ് കാണാൻ പറ്റുമോ? പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ആ പ്രവൃത്തിയിൽ കൂടിയാണ് അറിവ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി 2 എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നോക്കിയേ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ദുഃഖമുണ്ട്, വികാരം. 3 അപ്പോസ്തലപ്രവൃത്തി 16-ാം വാക്യം. 16-ൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അപ്പൊ തെറ്റും ശരിയും നിർണയിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്ന് പറയണമെങ്കിൽ പ്രധാനമായിട്ട് 3 ക്വാളിറ്റിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിലുണ്ടാകേണ്ടത് എന്തൊക്കെയാണ്? 1 അറിവ്, 2 വികാരം, 3 ഇച്ഛ അല്ലെങ്കിൽ തെറ്റും ശരിയും നിർണ്ണയിക്കാനുള്ള കഴിവ്. ഒന്നും ഞാൻ പറയട്ടെ വാക്ക് അറിവ്. ഇത് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഒരു പേഴ്സൺ എന്ന് പറയണമെങ്കിൽ അവരിൽ പ്രധാനമായിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കണം? 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? അറിവ്, വികാരം, ഇച്ഛ. ഇന്റലക്ട്, ഇമോഷൻ, വിൽ. എന്താ പറയാ? ഇന്റലക്ട്, ഇമോഷൻ, വിൽ. ഇത് 3 കൂടെ ചേരുന്ന ഒരു സത്തയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? ആത്മാവ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി. അത് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ല? അത്രയും മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവാം ദൈവത്തിനും ഈ 3 ക്വാളിറ്റി ഉണ്ട്. ഏത്? അറിവ്, വികാരം, ഇച്ഛ. പുത്രനാം ദൈവത്തിനും ഈ 3 ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചതും ഈ 3 ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൃത്വം എന്നുള്ള ആ അർത്ഥത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉദാഹരണം ഒന്നുകൂടെ പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞു നടത്താം, വിട്ടിട്ട് സഭയുടെ ബന്ധത്തിൽ വരാം. ഇപ്പൊ നമ്മുടെ ഇവിടെ മുമ്പിൽ ഒരു വിളക്ക്, ഒരു ലൈറ്റ് കത്തി നിൽക്കുകയാണ്. നമുക്ക് നല്ല ലൈറ്റ് കത്തി നിൽക്കുന്നു. ഈ ലൈറ്റിന് 3 ഘടകങ്ങളാണുള്ളത്. 1 പ്രകാശം, 2 ജ്വാല, 3 ചൂട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ ലൈറ്റിൽ 3 ഘടകങ്ങളാണ്. 1 പ്രകാശം, 2 ജ്വാല, 3 ചൂട്. ഇത് 3ഉം ഒന്നാണ്. പക്ഷെ ഇത് 3ഉം 3ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കണ്ടോ? 3 നിലയിൽ. പ്രകാശം ചൂടല്ല, ചൂട് ഒരിക്കലും ഫ്ലെയിം അല്ല. കേട്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 3ഉം ഒന്നാണ്. അപ്പോൾ തന്നെ ഇത് 3ഉം 3ആണ് എന്ന് പറഞ്ഞതുപോലെ ഏകനായ ദൈവത്തിന്റെ 3 ആളത്വത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നതായ ഈ വ്യക്തിത്വം സഭയോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. ഈ ത്രിയേക, നമ്മളിവിടെ ഇപ്പൊ ഇരിക്കുന്നുവെങ്കിലും ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രാരംഭമായ പിതാവായ ദൈവം സഭയോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിന് 28-ാം വാക്യം നമുക്ക് പ്രാരംഭത്തിൽ നിന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സഭ. കേട്ടോ? അവിടെ വായിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ സഭ, പിതാവായ ദൈവത്തിന്റെ സഭ. അപ്പോൾ തൃത്വത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ് ആരെന്ത്? സഭ. ആരാണ് സഭയുടെ അംഗങ്ങൾ? ആരാണ് സഭ? ഇവിടെ ഇരിക്കും നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മളെ കുറിച്ച് പിതാവായ ദൈവത്തിനും മുൻനിർണത്തിൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കാൻ പറ്റും. അപ്പൊ ഇത് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ഈ കാര്യങ്ങൾ, ദൈവത്തിന്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ എന്താ ഉണ്ടായത്? നോക്കിയേ, എഫേസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അപ്പോൾ നോക്കിയേ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവായ ദൈവം, ദൈവസഭ എന്ന് പറയുന്ന നിങ്ങളെയും എന്നെയും ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ നമ്മളിലൊക്കെ നോക്കിയേ. പത്തനംതിട്ട ജില്ലാ കളക്ടർ, IPS ഉദ്യോഗസ്ഥന്മാര്, ഇവിടുത്തെ മന്ത്രിമാര്, ഇവരൊക്കെ ഉന്നതന്മാരായി ഈ ലോകത്തിൽ. എന്നാൽ അവരൊക്കെ ഈ ലോകത്തിലുള്ളപ്പോ അവരിൽ നിന്ന് എന്നെയും നിങ്ങളെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യം വല്ലതും ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണ് ദൈവം. നമുക്കറിയാമല്ലോ, ഈ പണ്ടൊക്കെ എൻ്റെ കൊച്ചിനെ മാർക്കറ്റിൽ അന്ന് തേങ്ങയൊക്കെ വിൽക്കാൻ പോകുമ്പോൾ നമ്മളെ മാതാപിതാക്കളൊക്കെ തേങ്ങ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ കുലുക്കി നോക്കും അല്ലേ? ഇങ്ങനെ കുലുക്കി നോക്കിയിട്ട് അതിൻ്റെ ആ വെയിറ്റും ആ വെള്ളത്തിൻ്റെ ആ കുലുക്കവും ഇതെല്ലാം കൂടെ മനസ്സിലാക്കി അത് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ നമ്മെ സെലക്ട് ചെയ്തു. ജനകോടികളിൽ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രപഞ്ചത്തില് നിങ്ങളെ എന്നെയും ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എന്തൊരു യോഗ്യത നമ്മളിൽ കണ്ടത് ദൈവം. എന്തെങ്കിലും യോഗ്യത നമുക്ക് പറയാനുണ്ടോ? ഒരു യോഗ്യത അങ്ങനെ പറയാനില്ല. എന്നെ ദൈവം തിരഞ്ഞെടുത്തു. എന്റെ യോഗ്യതയോ എന്റെ പാരമ്പര്യമോ എന്റെ കഴിവോ ഒന്നുമല്ല ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. Only because of his grace. അവന്റെ കൃപയാണ്. കണ്ട യേശു ക്രിസ്തു ദൈവം, പിതാവായ ദൈവം സഭയോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി കണ്ട പുത്രനായ ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ഉം 29-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം.
എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിൽ പ്രാർത്ഥന വായിക്കുന്നതിനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചു. അതിന് 29-ാം വാക്യം 29-ാം വാക്യത്തിൽ വായിക്കുന്നത് ആരും തന്നെ ജഡത്തെ ഒരു നാളും അകറ്റിട്ടില്ലല്ലോ, ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ആരും തന്റെ ശരീരത്തെ അകറ്റിട്ടില്ലല്ലോ. ക്രിസ്തു തന്റെ ശരീരം ക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്തു എന്ന് പറയുമ്പോൾ എല്ലായ്മ ചെയ്തുകൊണ്ട്, തകർത്ത് നശിപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ക്രൂശിലാണ് ദൈവസഭയോടുള്ള സ്നേഹം കർത്താവ് നിവർത്തിച്ചത്. പിതാവായ ദൈവത്തിന്റെ മുൻഗണനത്തിൽപ്പെട്ട കാര്യമായിരുന്നത് ക്രിസ്തു അത് ക്രൂശിൽ സഭയോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ തൃത്വത്തിന് നോക്കിയ പിതാവായ ദൈവത്തിന്റെ ഇടപെടൽ, പുത്രനാം ദൈവത്തിന്റെ കരിപരിപാടി, ഇനി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്താന്ന് നോക്കാം. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന് 1-4 വാക്യങ്ങൾ നമുക്കിത് വായിച്ചു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 1-4 വാക്യങ്ങൾ അവിടെ വായിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ സഭയോടുള്ള ബന്ധത്തിൽ നോക്കിയേ. അപ്പോ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകിയിരിക്കുകയാണ്. എന്തിനായി ശക്തി തന്നത്? എന്താ ഈ ശക്തി? പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞത് ഈ കൈയടിക്കുകയോ ബലം വെക്കുകയോ ചെയ്യുന്ന അല്ല ഈ ശക്തി എന്ന് പറഞ്ഞത്. To know the greatness of God, ദൈവത്തിന്റെ ആഴങ്ങളെ. അതാണ് നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മള് കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിച്ചത്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കണം. അതാണ് ശക്തിയുടെ പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ തൃത്വത്തിന്റെ ഇടപെടൽ സഭയോടുള്ള ബന്ധത്തിൽ നോക്കിയേ. 1, പിതാവായ ദൈവത്തിന്റെ മുൻനിർണയത്തിൽപ്പെട്ട കാര്യം. 2, യേശു ക്രിസ്തുവിന്റെ ജീവനെ നൽകിക്കൊണ്ട് സഭയെ സ്നേഹിച്ച കാര്യം. 3, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നമുക്ക് നൽകി ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള ആ കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ 3 നിലയിൽ പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാ ദൈവം സഭയോടുള്ള ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ ശ്രേഷ്ഠരാകുന്നത് നമ്മളെ തന്നെ നമ്മൾ കണ്ടു നോക്കിക്കേ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ വിഷയത്തിൽ അപ്പൊ അത്രയും എന്റെ ആ സഭയോടുള്ള ബന്ധത്തിൽ എന്റെ ഇടക്ഷം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് 10 പോയിന്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. സഭയോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ ബന്ധം. സഭയോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ ബന്ധം എന്താണ് നമുക്ക് നോക്കാം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ്. എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. അത് പറഞ്ഞാൽ കഴിഞ്ഞ കാലം വിത്ത് സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തു സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇവിടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ ഒരു വിവാഹം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ പുരുഷന്റെ എല്ലാ മേഖലകളിലും ആദ്യ പങ്കാളിത്തമുണ്ട്. ആ സ്ത്രീകളുണ്ട് അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ സഭയ്ക്ക് ഇത് കർത്താവ് കൊടുക്കാൻ മനസ്സ് തോന്നി എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്ര ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. 2, അത് നമ്മുടെ കഴിഞ്ഞ കാലത്ത് കർത്താവിന്റെ ഇടപെടലാണ്. ഇനി പ്രസന്റ് കാലത്ത് എന്താ ചെയ്തോണ്ട് നോക്കിയേ. ഈ പ്രസന്റ് കാലത്ത്
വർത്തമാനകാലത്ത് കർത്താവ് സഭയുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? 26-ാം വാക്യം നോക്കിയേ, 26-ാം വാക്യം അവിടെ എഴുതിക്കുന്നത്, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടത്. ഇവിടെ അപ്പുറത്തെ പാദം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രിയ ജോലിച്ചാൽ ഞങ്ങളെ മൂന്നാല് പോയിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ കവളൊട്ടി കണ്ണു പിഴിഞ്ഞു വെയിൽ കൊണ്ട് വേർത്തിട്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥമായി ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ മനസ്സിലെ ചിന്തയാണ്. പക്ഷെ അവൾ അർത്ഥമാക്കാണ്, അവൾക്ക് എന്തുണ്ടാകാൻ പാടില്ല? കറയുണ്ടാകരുത്, ചുളുക്കമുണ്ടാകരുത്, വാട്ടമുണ്ടാകരുത്. അപ്പൊ ആ സഭ എത്ര ക്രോയായിട്ട് നിൽക്കണം. അതാണ് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്റെ ഭാര്യയ്ക്ക് കറയോ ചുളുക്കമോ വാട്ടുമോ മാലിന്യമോ ഒന്നും ഉണ്ടാകരുത്. ഒരു ഭർത്താവ്, ഒരു മനുഷ്യമായ ഒരു ഭർത്താവിന്റെ ചിന്ത ഇങ്ങനെയാണെങ്കിൽ, ആത്മീയമായിട്ട് നമ്മുടെ കർത്താവിന്റെ ചിന്ത എന്താണ്? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവ് എന്ത് ചെയ്യാണ്? സഭയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ശുദ്ധീകരണം നടക്കുന്നത്? വചനത്തോടുകൂടിയുള്ള ശുദ്ധീകരണം. ഞാൻ ചോദിക്കട്ടെ, ദൈവവചനം കേൾക്കുമ്പോൾ പകുതി ആൾക്കാർ ഉറക്കം, പകുതി ആൾക്കാർ ജോലിയെക്കുറിച്ചുള്ള ചിന്ത. സഹോദരിമാരാണെങ്കിൽ അടുപ്പത്ത് കഞ്ഞിയത് എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ശുദ്ധീകരണം നടക്കുന്നുണ്ട്. എത്രയോ ദൈവദാസന്മാർ ഈ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. പ്രസന്റ് സിറ്റുവേഷൻ, ഈ വർത്തമാന കാലത്ത് തന്റെ സഭയെ കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഭാവി കാലത്തെ 27-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചു. എന്താണ്? തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ. ഭാവി സംഭവിക്കാൻ പോകുന്നതായിരിക്കും. ഒരു പെണ്ണിനെ ചെറുക്കൻ ചെയ്തിട്ട് അവന് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് കല്യാണത്തിന് ഡേറ്റ് ഒക്കെ അടുത്തു. അപ്പൊ പെണ്ണ് അപ്പോൾ വരുമ്പോ മുടിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഭ്രാന്തിമാരിട്ടേക്കുന്നത് പോലെ വായ്പൂടെ ഒക്കെ ഇങ്ങനെ ഈളയൊക്കെ ഒലിപ്പിച്ചു ഒരു ഭ്രാന്തിയുടെ തുല്യമായിട്ടാണ് ഈ മണവാളിന്റെ അടുത്തേക്ക് ചെന്നാൽ ആ മണവാളിൽ എന്തായിരിക്കും പറയുന്നത്? ഞാൻ കണ്ട പെണ്ണ് ഇതാണോ? ഇതാണോ? പെട്ടെന്ന് ഒരു ഇതെന്താ വചനം പറയുന്നത്, തന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ അവർക്ക് വിശേഷ വസ്ത്രം ധരിക്കാൻ ലഭിച്ചു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കേളിയിരിക്കാൻ വരികയാണ്. അപ്പോ സഭ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കണം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ തനിക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചു. 2 നമ്മൾ കണ്ടതെന്തായിരുന്നു? വർത്തമാന കാലത്ത് സഭയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭാവി കാലത്ത് എന്താണ്? തനിക്ക് തന്നെ മുൻനിർത്താൻ പോവുകയാണ് അവിടെ. ഒരു ദിവസം നമ്മളൊക്കെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ആത്മാവളമായിരിക്കും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ആ രംഗം നമ്മളത് മനസ്സ് ഭാവനയിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് നമ്മൾ വിവാഹത്തിനൊക്കെ പോയി ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മളൊക്കെ വിവാഹത്തിൽ ഒരുങ്ങി ചമഞ്ഞ് മുന്നേ പോയി ആ മണവാളിന്റെ മുൻപിൽ പോയി നിൽക്കുന്ന ആ രംഗം നമ്മൾ ഓർത്തേ. ഇതുപോലെ സഭ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മണവാളിന്റെ മുൻപിൽ നിൽക്കുന്ന ആ രംഗം തനിക്ക് തന്നെ അവൻ മുൻനിർത്തും. അപ്പൊ സഭ ക്രിസ്തു സഭയുള്ള ബന്ധത്തിൽ തന്നെ എവിടെ നോക്കി തനിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വർത്തമാനം തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല തനിക്ക് തന്നെ ഒരു ദിവസം മുൻനിർത്തും. ഈ കാര്യങ്ങളെല്ലാം കർത്താവാണ് സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര നമുക്ക് കണ്ടു. 2ാമത്തെ കാര്യം ഇത്ര നമ്മൾ കണ്ടു. ഇനി 3ാമത്തെ പോയിന്റിലേക്ക് വരാം. സമയമില്ലാതെ ഇരിക്കുവാൻ 3ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. നമ്മെ വിളിച്ചത് ആരാണ് ഈ സഭയെ, അല്ലെങ്കിൽ നമ്മെ വിളിച്ചത് ഈ സഭയിലേക്ക് നമ്മെ വിളിച്ചത് ആരാണ്? ഉണ്ണിക്കുഞ്ഞങ്ങളാണോ? അത് പരമുള്ള അപ്പത്തിലാണോ? ആരാ നമ്മളെ ഈ സഭയിലേക്ക് വിളിച്ചത്? നോക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം നോക്കിയ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 10-ാം
എന്നാലും അല്പകാലത്തേക്കും കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യദേശത്തിനായി വിളിച്ചിരിക്കുന്ന സർവ്വ കൃപാലുവായ ദൈവം തന്നെ പിതാവായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ വിളിച്ചത് ആരാണ്? പിതാവായ ദൈവം നമ്മെ വിളിച്ചു. യേശുമോനെ, യേശുവേ എന്ന് പിതാവായ ദൈവം നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് നോക്കിയേ. അപ്പൊ പിതാവായ ദൈവം നമ്മെ വിളിച്ചു. 2 റോമാലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം നോക്കിയേ. റോമാലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അതിൽ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നത്, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മളെ വിളിച്ചു. പിതാവായ ദൈവം നമ്മളെ വിളിച്ചു. പിന്നെ വിളിച്ചു പുത്രനാം ദൈവം നമ്മെ വിളിച്ചു. 3 വെളിപ്പാട് പുസ്തകം 22-ന്റെ 17-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 22-ന്റെ 17-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. പരിശുദ്ധാത്മാവും നമ്മെ വിളിച്ചു. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് ആക്സിഡന്റലി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അബദ്ധവശാൽ നമ്മളിവിടെ വന്നു എന്നല്ല. പിതാവായ ദൈവത്തെ വിളിച്ചത് കൊണ്ടാണ് രണ്ടാമത് സഭയുടെ അംഗമായത്. കർത്താവായ യേശുക്രിസ്തു എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സഭയുടെ അംഗമായത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സഭയുടെ അംഗമായത്. ത്രിയേക ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതാണ്. ഇനി 4-ാമത്തെ പോയിന്റിലേക്ക് വരാം. 4-ാമത്തെ പോയിന്റ്, പുതിയ നിയമ സഭയ്ക്ക് നൽകിയിരിക്കുന്ന നാമങ്ങളാണ് അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഏതാണ്ട് 6 നാമങ്ങൾ ദൈവസഭയ്ക്ക് പിതാവായ ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെ ബൈബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് 6 പോയിന്റാണ്. അത് 6 പോയിന്റ് നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് അതിന് ആവശ്യമാണ്. എന്നാൽ വളരെ വേഗം എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. സാധാരണ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല എന്നെനിക്കറിയാം. എന്നാൽ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ എന്നോട് കൂടെ തന്നെ ചിന്തിക്കണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന നാമങ്ങൾ എന്തൊക്കെ നാമങ്ങളാണ്? 1 ദൈവത്തിന്റെ ആലയം, ദ ഹൗസ് ഓഫ് ഗോഡ്. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിച്ചു നോക്കാമോ? 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യം ആരെങ്കിലും വായിക്കാമോ? 1 തീമോഥെയോസ് 3-ന്റെ 14-15 വാക്യം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദിവാലയത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ഹൗസ് ഓഫ് ഗോഡ്. സഭയ്ക്ക് തന്നിരിക്കുന്ന നാമം, പേര് പറഞ്ഞതാണ് ഹൗസ് ഓഫ് ഗോഡ്. ഭവനം, ഫാമിലി, കുടുംബം. കുടുംബത്തിന്റെ നാഥൻ ആരാണ്? നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എഴുതി കുടുംബത്തിന്റെ നാഥൻ ക്രിസ്തു ആണെന്ന് പറയും. പക്ഷേ ഒരു കുടുംബനാഥൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബനാഥന്റെ ഉത്തരവാദിത്വം എന്തുവാ? ആ കുഞ്ഞുങ്ങളെ തന്നെ, ഭാര്യയെ ഒറ്റിപ്പുലർത്തുക എന്നുള്ളതാണ്. അവർക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സഭയെ കുറിച്ച് 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നോക്കിയേ. 1 തീമോഥെയോസ് പൗലോസ് പറയുന്ന ആ വാക്യം നമുക്ക് നോക്കാം. 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതു ഉപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു, ആരോഗ്യമുണ്ടായി. ഉപദേശ സംബന്ധമായ വിഷയത്തിൽ ആരോഗ്യമുണ്ടാകണം. പോഷിപ്പിക്കുക. ഭക്ഷണം തരുന്നത് എന്തിനാ? വീട്ടിലെ കുടുംബനാഥൻ എന്തിനാ ഭക്ഷണം തരുന്നത്? ഒരേ ദിവസത്തിന്റെ ചത്ത കിടക്കാൻ വേണ്ടിയാണ്. ആരോഗ്യവാനായിരിക്കണം. ഉപദേശ സംബന്ധമായ കാര്യത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. അത് ഞങ്ങളുടെ മൂപ്പന്മാരോട് ഞാൻ ചോദിക്കട്ടെ. ഞങ്ങൾ സൈമൺ സാർ അങ്ങനെ പറഞ്ഞായിരുന്നു, YS സാർ അങ്ങനെ പറഞ്ഞായിരുന്നു. അതാണ് പറയുന്നത്. സഭയിൽ നിന്ന് കിട്ടുന്ന ഉപദേശം ധൈര്യത്തോടെ പറയാൻ പോഷണം ലഭിച്ചിരിക്കണം, ആരോഗ്യമുള്ളവരായി തീരണം. അതാണ് ഒരു കുടുംബത്തിന്റെ പ്രത്യേകത. കുടുംബത്തിലെ നാഥൻ
മക്കളെ വളർത്തുന്നത് എന്തിനാണ്? ആ മാതാപിതാക്കളെ അനുസരിച്ച് അവരെ പരിപാലിച്ചുകൊണ്ട് പോകണം. ഒരു വീടിന്റെ മാന്യത സൂക്ഷിക്കേണ്ട ആരാണ്? ഒരു വീടിന്റെ മാന്യത സൂക്ഷിക്കേണ്ടത് ഒരു വീടിന്റെ മാന്യത സൂക്ഷിക്കേണ്ട ബസ് പിടിച്ചൊക്കെ അതല്ല. റിലാക്സ് ചെയ്യുക, മനസ്സൊന്ന് റിലാക്സ് ചെയ്തെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ശ്വാസം പിടിച്ച് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ മലപ്പുറത്ത് പഠിച്ചതും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാളല്ലേ, എനിക്കറിയാവുന്ന കാര്യം. റിലാക്സ് ആണ്, മൈൻഡ് റിലാക്സ് ആണ്. എങ്കിലേ എന്തെങ്കിലും ഇതിനുള്ളിലോട്ട് ചെല്ലത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന്റെ മേലിൽ കൂടെ ഇങ്ങനെ പോകും. എല്ലാ പ്രസംഗം വെട്ടിക്കെട്ട് പ്രസംഗമായി. എന്താ പ്രസംഗിച്ച എല്ലാം മേലിൽ കൂടെ പോകും. ഉള്ളിലേക്ക് അത് ചെല്ലണമെങ്കിൽ റിലാക്സ് ആയിട്ടിരിക്കണം. മസിൽ പിടിക്കാൻ റിലാക്സ് ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാൻ പോലെ ദൈവസഭയിലെ ഉപദേശ കാര്യങ്ങളിൽ നമ്മൾ പറയാൻ ആരോഗ്യമുള്ളവരായിരിക്കണം. ആരോഗ്യമില്ലെങ്കിൽ എന്താ? ഇന്നും രോഗിയാണ്, കിടപ്പ് തന്നെയാണ്. എത്രയോ വർഷമായി വചനം കേൾക്കുന്നു, പഠിക്കുന്നു, എന്തെങ്കിലും ആരോഗ്യമുണ്ടോ? ഉപദേശമായ നിങ്ങൾ ഉപദേശം സ്വീകരിച്ച് നാം നോക്കിയാൽ ഇന്ന് ഉപദേശക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മതി? കുപ്പിപ്പാൽ മതി. കർത്താവും ശിഷ്യന്മാരെ പല പ്രാവശ്യം വിളിച്ച് കുഞ്ഞുങ്ങളെ അല്ലല്ല കുഞ്ഞുങ്ങളെ എന്തിനായി കുഞ്ഞുങ്ങളെ വിളിച്ചാൽ അപ്പൊ നമ്മളൊക്കെ ഈ കർത്താവിന് അമ്മമാരോടുള്ള സ്നേഹം കൂടെ കുഞ്ഞുങ്ങളെ മോനെ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. എടാ ഇത്രയും വർഷം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടും നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ പോലാണോ? അവരുടെ ഞൊണ്ടി ഇവിടെ ഞൊണ്ടി അവിടെ പോകരുത് കഴിഞ്ഞിട്ട് എന്നെ ഞൊണ്ടി എന്നെ തോണ്ടി. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം. കുഞ്ഞുങ്ങളെ ശിശുക്കളായി പോവുക, അന്യ കാര്യങ്ങളിൽ ശിശുക്കളായി പോവുക. ആരോഗ്യവാന്മാരായി തീരണം, വളരണം, ക്രിസ്തുവിൽ വളരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. അതിനായി ബൈബിൾ ക്ലാസ്സൊക്കെ വെക്കുന്നത്, അതിനാണ് ധ്യാനങ്ങൾ വെക്കുന്നത്, അതിനാണ് കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നത്, അതിനാണ് സഭയിലെ മീറ്റിംഗുകൾ നടത്തുന്നത്. ക്രിസ്തു എന്ന തലയോളം ആരോഗ്യവാന്മാരായി തീരണം, ഉപദേശത്തിൽ വളരണം. അപ്പം മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം വേഗം വായിച്ചേ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. വേഗം നമുക്ക് മുന്നോട്ട് പോവാം. മത്തായി സുവിശേഷം 4:4. മത്തായി സുവിശേഷം 4:4. ഞാൻ ഹോറേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? സാത്താനോട്. നിങ്ങൾ ആരെങ്കിലും സാത്താനെ കണ്ടു? ചില കണ്ണടച്ച് കഴിഞ്ഞാൽ എപ്പോ സാത്താനെ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഒന്നല്ലേ? അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ ശാസ്ത്രീയാണ്. അപ്പൊ ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, ഹൃദയശുദ്ധി ഉള്ളവർ ആരെ കാണുന്നു? ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധി ഇല്ലാത്തവരോ? സാത്താനെ കേട്ടോ. അപ്പൊ ഹൃദയശുദ്ധി ഇല്ലതിനുള്ള തെളിവാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സാത്താൻ എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരാണ് സാത്താൻ? നമ്മുടെ അടുക്കലൊക്കെ സാത്താൻ വന്നിട്ടുണ്ടോ? നമ്മൾ സാത്താന്മാരായിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഭയങ്കര പേടി പോലല്ലേ. ഉദാഹരണത്തിന് സാത്താൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, സാത്താൻ ഒരു സ്ഥാനപ്പേരാണ്, ഒരു പൊസിഷനാണ്. ഉദാഹരണം പത്തനംതിട്ട ജില്ലാ കളക്ടർ, അതൊരു സ്ഥാനപ്പേരാണ്. എന്നാൽ ഒരാൾ IAS പാസ്സായി ആ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് കളക്ടർ അല്ലെ? അപ്പോൾ തന്നെ കളക്ടറേറ്റ് അവിടെ കളക്ടറേറ്റ് സ്ഥാനപ്പേരാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോവാണ്, നിങ്ങൾ പിതാക്കന്മാരെ പിടിക്കും, അവരെ തല്ലും, അവരെ കൊല്ലും. അപ്പൊ പത്രോസ് എന്താ കർത്താവിനോട് പറഞ്ഞേ? എന്താ പറഞ്ഞേ? കർത്താവ് നിനക്കത് ഭവിക്കരുത്, നിനക്ക് സംഭവിക്കരുത്. ഉടനെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട് എന്താ പറഞ്ഞേ? പോ സാത്താനെ. അപ്പൊ പത്രോസ് ആരായി മാറി? സാത്താനായി മാറി. കണ്ടോ അല്ലേ? പത്രോസിനെ സാത്താനല്ലേ കർത്താവ് പറഞ്ഞു. പിന്നെ എന്നെ വിട്ട് പോ സാത്താൻ. അതെന്ത് വന്നു? സാത്താന്റെ ആ ആറ്റിറ്റ്യൂഡ് കണ്ടോ. എന്നിലും നിങ്ങളിലും എന്ത് വരാം? സാത്താന്റെ ആറ്റിറ്റ്യൂഡ് വരാം.
കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് എന്നുള്ളത് സാത്താന്റെ ഏറ്റവും വലിയ ചിന്തയായിരുന്നു, അല്ലേ? അതുകൊണ്ടല്ലേ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞു. ആ കൂടുതൽ ആർക്കും തെറ്റുപോകുന്ന ഓർത്ത് യേശു മരിച്ചു പോകുന്ന ഓർത്ത് അവസാനം ഇത് കഴിഞ്ഞ ദിവസം പിലാത്തോസിന് പറയും, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് കേട്ടോ. അയ്യോ, എന്തൊരു സ്നേഹമാണെന്ന് അറിയാൻ കർത്താവ്. സാധാരണ പ്രയത്നിച്ച കർത്താവ് ക്രൂശിൽ മരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ കഷ്ടത ഉണ്ടാകരുത്, രോഗം ഉണ്ടാകരുത്, പ്രയാസം ഉണ്ടാകരുത്, ഇതൊക്കെ ആര് കൊണ്ടൊരു ചിന്തയാ? സാധാരണ കൊണ്ടുവരും. നമുക്ക് കഷ്ടത വരുമ്പോ കർത്താവെ കഷ്ടത തന്നുകൊണ്ട് സ്തോത്രം എന്ന് പറയുന്ന ആ ധൈര്യമാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ സാത്താന്യ ചിന്ത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദേവസ്വം പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോ സാത്താന്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ആ കഴിവ് നമുക്കുണ്ടാകും. അപ്പോൾ തന്നെ സാത്താൻ ഒരു വ്യക്തിയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് പിന്നീട് വലിയ വിഷയമാണ്. പോട്ടെ. അപ്പം എന്നിലും നിങ്ങളിലും സാത്താൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവസഭയ്ക്ക് വിരുദ്ധമായി, ഉപദേശത്തിന് വിരുദ്ധമായി എന്നിലും നിങ്ങളിലും വരുന്ന ചിന്തകൾ മറ്റുള്ളവരിൽ വരുമ്പോ നമുക്ക് എന്താ പറയാൻ പറ്റും? ശൈത്യനിക്കാണ് പറയാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാൻ പുകവലിക്കുകയില്ല, എനിക്ക് പുകവലി ഇഷ്ടമല്ല. എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ നിർബന്ധിച്ച് പുകവലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവൻ എൻ്റെ സ്നേഹിതൻ ആരായി മാറും? ആരായി മാറാം? സാത്താനായി മാറും. അവനാണ് സാത്താനായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ പാവം ചെയ്യിപ്പിക്കുന്നത്, തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, തെറ്റിനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. തെറ്റും ശരി, ഓക്കെ, അത് നമ്മൾ വിട്ട് നമ്മൾ പോട്ടെ. അപ്പോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ പരിജ്ഞാനം നമുക്കുണ്ടാകണം. വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന് 1-2 വാക്യം, എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-14 വാക്യം, സങ്കീർത്തനം 119-ന്റെ 103-ാം വാക്യം, അവിടെ ഒക്കെ നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിന്റെ ആ പോഷണത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് സഭയെ കുറിച്ച് വിളിച്ചിരിക്കുന്ന രണ്ടാമത്തെ പേര് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പേര് എന്താണ്? ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കി, എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിലെ 22 മുതൽ 23 വാക്യങ്ങൾ. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ഉം 23 വാക്യങ്ങൾ വേഗം നോക്കാം. രണ്ടാമത്തെ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ദൈവസഭയ്ക്ക് ഇട്ടേക്കുന്ന രണ്ടാമത്തെ പേര് ക്രിസ്തുവിന്റെ ശരീരം. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിലെ 22-ഉം 23 വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, സർവവും അവന്റെ കാൽക്കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവസഭ കർത്താവിന്റെ ശരീരമാണ്. എന്താ ഈ ശരീരത്തിന് പ്രത്യേകത? ശരീരം എന്ന് പാപ്പാട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ശക്തി വെളിപ്പെടുത്തണം, നമ്മുടെ ഐക്യതയെ അത് കാണിക്കുക, ഐക്യതയെ കാണിക്കുക. എന്താ ഈ ഐക്യത മഹാബലമാണ്. നമ്മളൊരു സഭയിൽ 20 കുടുംബം ഉണ്ടെങ്കിൽ ആ 20 കുടുംബം ഒരേ ഐക്യതയിലാണ്. അതിലല്പമെങ്കിലും വിള്ളൽ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണ അവിടെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. നമ്മുടെ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ നമ്മൾ നോക്കിയേ, എല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓരോന്നിന്റെ പ്രവൃത്തി വ്യത്യസ്തമാണെങ്കിലും ആ ശരീരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ യൂണിറ്റിയാണ് കാണിക്കുന്നത്, അതിന്റെ ഐക്യതയാണ് കാണിക്കുന്നത്. ഐക്യത ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? പരാജയം സംഭവിക്കും. നമുക്കെതിരെ എപ്പോഴും സാത്താൻ ഉന്നം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വേഗം വായിക്കാമോ? എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വേഗം. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ അവിടെ വായിച്ചു നോക്കിയേ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും ലോകങ്ങളുടെ സഭ ഈ ഭൂമിയിൽ നിൽക്കുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കർത്താവിന്റെ ശരീരമാണ്. ഈ ശരീരത്തെ തകർക്കുവാൻ, അതിന്റെ ഐക്യത്തെ തകർക്കുവാൻ ആരാ നോക്കി നിൽക്കുന്നത്? സാത്താൻ നോക്കി നിൽക്കുകയാണ്. ഏത് സമയത്തും വിള്ളലുള്ളവർക്കൂടെ അകത്ത് കയറാം. നമുക്കറിയാം, കാർഗിൽ യുദ്ധം നടന്നു, അല്ലേ? കാർഗിൽ യുദ്ധം നടന്നു. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, കാർഗിൽ എന്ന് പറഞ്ഞാൽ കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ്. അവിടെ
പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. അതിന് കാരണം എന്തായിരുന്നു? കാരണം നമുക്ക് പേപ്പറിൽ വായിച്ചതാണ്. അവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് സമയമായപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐസ് പെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യൻ പട്ടാളക്കാരൻ കൂടെ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തണുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ കയറി വരാം. അതുകൊണ്ട് ഈ മലയിൽ ആ ഭാഗത്ത് നിന്ന് അവർ താഴേക്ക് അടിവാരത്തേക്ക് ഇറങ്ങി വന്ന ആ സമയം കൊണ്ട് ഇവരെന്താ ചെയ്തത്? പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യക്കകത്തോട് നുഴഞ്ഞു കയറി. അവിടെ നിന്ന് കർണീസേനകളും ബോംബുകളൊക്കെ കൊണ്ടിടാൻ ഇന്ത്യ തകർന്നു പോകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇന്ത്യ രക്ഷിച്ച രാജ്യം ആരാന്നറിയാമോ? ഇസ്രയേലിന്റെ ടെക്നോളജി അവർ ഉപയോഗിച്ചു. ഇസ്രയേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചാണ് അവിടെ കർണീസേനകളൊക്കെ അയച്ച് അവരെ തിരുത്തി ഓടിച്ചത്. എന്ത് പൈസ ഇന്ത്യ ചെലവാക്കി നോക്കി, ഒരു നിസാര ചിന്തയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാത്താൻ, നമുക്കെതിരെ നിൽക്കുന്ന സാത്താൻ ആരാണ്? അവൻ ശക്തനാണ്. പിന്നെ സാത്താന്റെ അപ്പന്റെ പേരെന്തുവാ? സാത്താന്റെ അപ്പന്റെ പേര് അവ പോസ്റ്റ് പറയുന്നവനും പോസ്റ്റിന്റെ അപ്പനുമാണ്. അപ്പൊ സാത്താന്റെ അപ്പന്റെ പേര് പോസ്റ്റ്, കള്ളനാണ്. അപ്പൊ കള്ളനോട് എതിർക്കണമെങ്കിൽ ആദ്യത്തെ ആയുധം എന്താ വേണം? ആയുധത്തെ പറ്റി പലതും പറഞ്ഞു. സത്യമെന്ന അരക്കച്ചവെക്കണം. സത്യം, സഭയിൽ വരുന്ന വിശ്വാസികൾ സത്യം സംസാരിക്കണം. കൂട്ടുസഭന്മാരുടെ സത്യം പറയണം. എവിടെ പോവാ? അത് അപ്പുറത്ത് വരെ ബോധം ഗ്രഹിക്കണം. അപ്പുറത്ത് വരെ സത്യമാണ്. ഈ പട്ടാളക്കാർക്ക് പട്ടാളക്കാരെ ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ ബെൽറ്റ് നല്ല ടൈറ്റായിട്ട് മുറുകി കിട്ടും. എന്നിട്ട് അവിടെ ഈ പല ആയുധങ്ങൾ ഈ ബെൽറ്റിനെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ബെൽറ്റ് ലൂസ് ആണെങ്കിൽ ഈ തോക്കിനെ പിടിച്ചോണ്ട് എങ്ങനെ വെടിവെക്കാൻ പറ്റും? ഒരു കൈ ബെൽറ്റാനും പിടിച്ച് ഒരു കൈ തോക്കും പിടിച്ചോണ്ട് അത് വെടിവെക്കും. ശത്രു വന്നാണ് ഈ സ്ഥാനത്ത് പോകും. നല്ല അപ്പൊ സത്യം അരക്കി കെട്ടണമെന്ന് പറഞ്ഞാൽ ദൈവസഭയിലെ ഓരോ അംഗങ്ങൾക്കും സത്യസന്ധത ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. അതാണ് കാരണം നമ്മൾ നിൽക്കുന്നത് നമ്മള് കളിസ്ഥലത്ത് നിൽക്കുന്നവരല്ല. കളിസ്ഥലത്ത് നിൽക്കുന്നവരെ പണ്ടടിക്കുമ്പോൾ കൈകാലത്ത് പൊക്കി വെച്ചിരിക്കുകയും ചാകൊക്കെ ചെയ്യും. പക്ഷെ യുദ്ധകാലത്ത് നിൽക്കുന്നവരോ വളരെ സൂക്ഷ്മബുദ്ധിയോടാണ് നിൽക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഈസിയല്ല. പ്രിയമുള്ളവരെ, ഈസി വലിയ ഡേഞ്ചറായിട്ടുള്ള നമ്മുടെ ക്രൈസ്തവ ലോകത്തെക്കുറിച്ചുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ എത്രയോ ലജ്ജാകരമാണ്. സത്യത്തെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക രംഗങ്ങൾ, അനേക സഭകൾ, എത്രയോ സഭകൾ കൂട്ടിയിട്ട് ലോകം മൊത്തം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവസഭ. വളരെ ലജ്ജാകരമായ കാര്യം. അതുകൊണ്ട് സാത്താൻ നമുക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ശരീരമാം സഭ ശക്തി പ്രാപിക്കണം. സാത്താനെതിരെ പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും പറയാൻ സമയമില്ല. മൂന്നാമത്തെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ് സഭ. 1 എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഇത് നമ്മുടെ വിശുദ്ധീകരണത്തെ കാണിക്കുകയാണ്. മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈനംദിന നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധീകരണത്തെയാണ് അത് കാണിക്കുന്നത്. 4-ാമത്തെ പോയിന്റ് സമയം പോകുന്നത് പോയിന്റ് മാത്രം പറഞ്ഞുവിടാം. 4-ാമത്തെ പോയിന്റ് ക്രിസ്തുവിന്റെ രാജ്യമാണ് സഭ. ക്രിസ്തുവിന്റെ രാജ്യം. കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തെ കാണിക്കുന്നു. സഭ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഒരു പട്ടാളക്കാരുടെ മേലുണ്ട്. അവർ ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന ചുമതലയാണ്. ഇതുപോലെ നമ്മുടെ സഭയെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം. വിവരിക്കാൻ സമയമില്ല. 5-ാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. 5-ാമത്തെ പോയിന്റ് അവിടെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. 2 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവിന്റെ മണവാട്ടി. ഇത് നമ്മുടെ ആ പ്രത്യാശയെ കാണിക്കുകയാണ്. വിവാഹം നടന്നിട്ടില്ല, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പ്രത്യാശയെ കാണിക്കുകയാണ്. 6-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. 6-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കെട്ടിടം. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ഇത് നമ്മുടെ ഉറപ്പിനെ കാണിക്കുകയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകൾ: ദൈവത്തിന്റെ ആലയം, ക്രിസ്തുവിന്റെ ശരീരം, ദൈവത്തിന്റെ മന്ദിരം, ക്രിസ്തുവിന്റെ രാജ്യം, ക്രിസ്തുവിന്റെ മണവാട്ടി, ദൈവത്തിന്റെ കെട്ടിടം. 6 നിലയിൽ പുതിയ നിയമത്തിൽ സഭയ്ക്ക് പേര് നൽകിയിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്ന പേരുകൾ. 5-ാമത്തെ പോയിന്റിലേക്ക് വരട്ടെ. സഭയെ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. 1 സാർവത്രിക സഭ, 2 ലോക്കൽ സഭ. യൂണിവേഴ്സൽ ചർച്ച് ആൻഡ് ലോക്കൽ ചർച്ച്. പലപ്പോഴും ഇത് നമുക്ക്
ചിന്തിക്കുന്നത് വലിയ ഒരു വിഷയമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയാൽ എൻ്റെ ഈ പോയിന്റുകളെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തത് 6ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. സഭയുടെ കൂടിവരവുകൾ. സഭയ്ക്ക് എത്ര കൂടിവരവുകളുണ്ട്? എത്ര കൂടിവരവുകളുണ്ട്? ഒരു സഭയുണ്ട് ഒരു ദേശത്തുണ്ടായാൽ ആ സഭയ്ക്ക് പണ്ടാർക്കുളം സഭയ്ക്ക് എത്ര കൂടിവരവുകളുണ്ട്? എന്ന് പറഞ്ഞ് നടക്കാം. 7 കൂടിവരവുകളാണ്. 1, അപ്പം നോക്കാൻ വേണ്ടി കൂടി വരുന്ന കൂടിവരവ്. അപ്പോസ്തല പ്രവൃത്തി 20:7. ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിവരവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2, പ്രാർത്ഥനാ യോഗം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 47, 4-ാം അധ്യായം 31-ാം വാക്യം. പ്രാർത്ഥനാ യോഗം അപ്പോസ്തല പ്രവൃത്തി 2:47, 4-ാം അധ്യായത്തിൽ 31-ാം വാക്യം. 3, വചന പഠനത്തിനായിട്ടുള്ള കൂടിവരവ്. അപ്പോസ്തല പ്രവൃത്തി 2:42, 11:26, 17:11. 4ാമത്തെ പോയിന്റ് സുവിശേഷ യോഗങ്ങൾ. സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷ യോഗങ്ങൾ കൺവെൻഷൻ ആകാം, പരസ്യയോഗങ്ങളാകാം, മറ്റെന്തെങ്കിലും യോഗങ്ങൾ, സുവിശേഷം അറിയിക്കുന്ന യോഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2:42, 14:27. 5ാമത്തെ പോയിന്റ് ആലോചന യോഗം. സഭയുടെ പല അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിനുള്ള യോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 15:13 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15:13 വാക്യം. 6ാമത്തെ പോയിന്റ് അച്ചടക്ക നടപടിക്കായിട്ട് സഭ കൂടി വരുന്നത്. പല സഭയിൽ ആരെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ അവരുടെ മേൽ എടുക്കേണ്ട ആക്ഷന് വേണ്ടി സഭ കൂടി വരാറുണ്ട്. 1 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. 7ാമത്തെ പോയിന്റ് എൽഡേഴ്സ് മീറ്റിംഗ്. മൂപ്പന്മാരുടെ കൂടിവരവ്. മൂപ്പന്മാര് സഭയുടെ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൂടി വരുന്ന കൂട്ടം. അപ്പോസ്തല പ്രവൃത്തി 15:13 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15:13 വാക്യം. ഇങ്ങനെ 7 കൂടിവരവുകളാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 7ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. 7ാമത്തെ പോയിന്റ് സഭായോഗത്തിന്റെ ആധികാരികത കർത്താവിനാണുള്ളത്. സഭയുടെ ഈ യോഗങ്ങൾ, ഈ 7 സഭയുടെ യോഗത്തിനും അതിന്റെ അധികാരി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തി സങ്കീർത്തനം 50-5 വാക്യത്തില് നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. സങ്കീർത്തനം 50-5 വാക്യം. സങ്കീർത്തനം 50-5 വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവരും. അപ്പൊ ആരുടെ അടുക്കലാണ് കൂടി വരുന്നത്? കർത്താവിന്റെ അടുക്കലാണ് കൂടി വരുന്നത്. അപ്പൊ കൂടിവരവിന്റെ പ്രധാന അധികാരി എന്ന് പറയുന്നത് ആരാണ്? കർത്താവാണ്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യം കൂടെ ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് കർത്താവ് പറഞ്ഞ വാക്യം നോക്കി. മത്തായിയുടെ സുവിശേഷം 5-ന്റെ 20-ാം വാക്യം. അവിടെ വായിക്കുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് കർത്താവിന്റെ സഭയാണ്. അപ്പോ അതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇനി സഭായോഗങ്ങളിൽ കൂടി വരുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഈ സഭായോഗങ്ങളിൽ നമ്മൾ ഇപ്പൊ കൂടി വന്നിരിക്കുകയാണ്. അവരെങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത് റോമാലേഖനം സഭയിൽ കൂടുന്നവരുടെ യോഗ്യത. 1 റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നോക്കി. 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തില്, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോ വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം അവിടെ വരേണ്ടത്. 10-ാം അധ്യായം അതിന് എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം നോക്കി. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന് 10-ാം വാക്യം. അവിടെ പറയുന്നത് അവിടെ നോക്കാം. 10-ാം അധ്യായം അതിന് 10-ാം വാക്യം. വിശുദ്ധന്മാരാണ് കൂടി വരേണ്ടത്. വിശുദ്ധന്മാർ. അപ്പോ ഒന്നാമതായിട്ട് രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. രണ്ടാമത് വിശുദ്ധി ജീവിക്കുന്നവരാണ് കൂടി വരേണ്ടത്. മൂന്നാമത് നോക്കിയാൽ 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. 1 കൊരിന്തി 1-ന്റെ 2-ാം വാക്യം.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ വിശുദ്ധന്മാരായിട്ടുള്ളവരായിട്ടുള്ള കൂടി വരേണ്ടത്. വിശുദ്ധന്മാരായിട്ടുള്ളവർ. 1 യോഹന്നാൻ 2:15 നോക്കിയേ. 1 യോഹന്നാൻ 2:15. 1 യോഹന്നാൻ 2:15. അവിടെ വായിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പോ ലോകത്തെ സ്നേഹിച്ച് ലോകക്കാർ നടക്കുന്ന പോലെ, ലോകക്കാർ ചെയ്യുന്ന പോലെ ദൈവസഭയ്ക്ക് ചെയ്യുവാനുള്ള അനുവാദമില്ല. അങ്ങനെയുള്ളവർ വേണം കൂടി വരുവാൻ. അവസാനമായിട്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നത് കൂടെ നോക്കിയേ. യാക്കോബ് പറയുന്ന ആ വാക്യം കൂടെ, യാക്കോബിന്റെ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അവിടെ വായിക്കുന്നത് ആകയാൽ ലോകത്തിന്റെ സ്നേഹിതരാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ്. ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. ലോകത്തിൻ്റെതായി ഇന്ന് സഭകളിൽ മുഴുവനും, മിക്ക സഭകളിലും ലോക സ്നേഹം കൊണ്ട് നടത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയില് എനിക്ക് ഇനിയും സഭാതിയും നോക്കിയ തിരുവനന്തപുരത്തെ കുറിച്ച് ഒത്തിരി പറയാനുണ്ടായിരുന്നു. അത് എന്റെ പോയിന്റ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ ഏതെങ്കിലും സമയത്ത് അവസരം കിട്ടിയാൽ അത് സംസാരിക്കുന്നതായിരിക്കും. തിരുവനന്തപുരം ആരാധന, ഈ 2 സബ്ജക്റ്റും കൂടെ ഉണ്ടായിരുന്നു, പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു. അത് സമയമില്ല, ഞാൻ നടത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയില് നമ്മുടെ ഒരു സഹോദരന്മാരുടെ വസ്ത്രധാരണയെ കുറിച്ചും അത് പറഞ്ഞപ്പോ പ്രിയ ഉണ്ണിക്കുഞ്ഞുങ്ങള് ആ ആളെ കുറിച്ചും ചോദിച്ചു, ബ്രദറ് ഇത് പുസ്തകങ്ങളെ മാത്രമേ കണ്ടിട്ടുണ്ടല്ലേ, പിതാക്കന്മാരെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? അത് ചോദിച്ചൊരു ഉദ്ദേശമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല പിതാക്കന്മാർ ഈ സഭയ്ക്ക് വേണ്ടി വളരെ വില കൊടുത്തവരാണ്. വളരെ വില കൊടുത്തിട്ടുണ്ട്. പബ്ലിക് റോഡിൽ പോയി ഒരു ഹിന്ദുവിന്റെയോ ഒരു മുസ്ലിമിന്റെയോ മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ കിണറ്റിൽ വെള്ളം കോരി കുടിക്കാൻ അവരെ അനുവദിച്ചിട്ടില്ലായിരുന്നു. അവർ ശരിക്കും ഒരു കടയിൽ കയറി ബാർബർമാര് എല്ലാവരെയും മുടി വെട്ടും, പക്ഷെ ഒരു വിശ്വാസിക്ക് തന്നെ അവരുടെ മുടി വെട്ടത്തില്ലായിരുന്നു. അത്രമാത്രം വഴിയിൽ നിന്നെയും പരിഹാസങ്ങൾ അനുഭവിച്ചവരാണ്. ഇന്ന് കാലങ്ങൾ മാറി, വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ പണം നമുക്ക് ലഭിച്ചപ്പോൾ ലോകമോഹം നമ്മളിൽ കടന്നു വന്നതുകൊണ്ട് സഭയുടെ ഹോളിനെസ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ വാസ്തവമാണ്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ ഈ ഒരു തലമുറയോടെ കഴിഞ്ഞു കഴിയുമ്പോൾ അതാണ് സഭയൊക്കെ എങ്ങനെയായിത്തീരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലത്ത് അടയ്ക്കാൻ പറയുന്നത്. ഒരു നിമിഷം പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ദൈവം നമ്മെ വിളിച്ചു. ഈ ഉന്നതമായ പദവിയിലേക്ക്, സഭയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ആക്സിഡന്റായിട്ടല്ല, അല്ലെ കുടുംബ പാരമ്പര്യം നോക്കിയിട്ടല്ല. എന്നാൽ ഞാൻ ആ സ്ഥാനം കീപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആ സ്ഥാനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇവിടെ സ്ഥാനാധിപതിയായി നിൽക്കുന്നുണ്ടോ? നമ്മെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവനാമം നമ്മളിപ്പോഴും മഹത്വപ്പെടുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈ കേട്ട വചനം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്ന സഭയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കും നിർമ്മിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നു.